നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ പ്രശാന്തേ. നല്ലൊരു ശനിയാഴ്ചയാണല്ലേ. ഈ വായു വെള്ളം അഗ്നിയെ തൊട്ട് കളിക്കരുത്. വായുവും ജലവും ആരുടെ സ്വത്തല്ല. അത് എപ്പോൾ ആർക്ക് നിഷേധിക്കുന്നുവോ അവർ നരകത്തിൽ പോകുമെന്നാണ് പണ്ടൊരാൾ പറഞ്ഞത് അല്ലേ. പക്ഷേ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതെ, ഉണ്ടുണ്ട്. അത് നമ്മുടെ ദേശീയതയും പ്രകൃതി വിഭവങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. കിളി പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും ഇനി കാട്ടിലെ രാജാവായ സിംഹത്തിനായാലും ഈ നാട്ടിലെ രാജാക്കന്മാർക്കായാലും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏറ്റവും സൂക്ഷ്മമായ ഏകകോശ ജീവികൾ ഉൾപ്പെടെ. പക്ഷേ ഇത് ആവശ്യത്തിന് ജലമുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ വെള്ളം തന്നെ ജലം തന്നെ എടുത്ത് അടുത്ത വീട്ടിലെ പശുവിനെ കുളിപ്പിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാടിനെ കുളിപ്പിക്കാൻ നമ്മുടെ കിണറ്റിലെ ശുദ്ധജലം തന്നെ വേണമെന്ന് ചില നിർബന്ധം പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് പാസ്പോർട്ട് പാകിസ്ഥാനിലും താമസം ഇന്ത്യയിലാണ്, അതോ തിരിച്ച് ഇന്ത്യൻ പാസ്പോർട്ടും മനസ്സുകൊണ്ട് പാകിസ്ഥാനുമാണ്. അങ്ങനെ കുറേ അർബൻ നക്സലുകൾ വീണ്ടും പ്ലേറ്റ് മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അർബൻ നക്സലുകൾ ഇപ്പോൾ അവർ നരേന്ദ്രമോദിജിക്കെതിരെയാണ്, അല്ലെങ്കിൽ BJPക്കെതിരാണ്. ആർക്കെതിരെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഗവൺമെന്റിനെതിരെയാണ്. ഇനിയിപ്പോൾ അവരവരുടെ കുടുംബത്തിനെതിരെയാണെങ്കിലും അവർ അർബൻ നക്സലുകൾ തന്നെയാണ്. ഇനി ഇന്ത്യ ഭരിക്കുന്നത് ഇനി BJP അല്ല. ഇനി ഗതികേടിന് നമ്മുടെ ഭാവി മറ്റേ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്ന ആൾ വന്നാലും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയാലും ഇവർ അർബൻ നക്സലുകൾ തന്നെയായിരിക്കും. ഇവരുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല അല്ലേ. ഇവർ ആന്റി നാഷണൽ, ആന്റി സോഷ്യൽ, വിരുദ്ധർ, അതെ, റേസിസ്റ്റ്, ഇതെല്ലാം അവർക്ക് വിശേഷണം. അല്ല, ഇതിനകത്ത് അങ്ങനെ ചിന്തിക്കുന്ന അർബൻ നക്സലുകൾ മാത്രമല്ല ഉള്ളത് കേട്ടോ. രാഷ്ട്രീയക്കാരും ഉണ്ട്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വഭാവം ഒരു അർബൻ നക്സൽ സ്വഭാവം. ഈ അർബൻ നക്സൽ എന്നൊരു വൈറസാണ്. ഈ വൈറസ് ഇങ്ങനെ പടരും. ഒരു പകർച്ചവ്യാധി. നമ്മുടെ ജോർജ് സോറോസ് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഓരോ രാജ്യങ്ങളെയും ഇങ്ങനെ പണമെന്ന വൈറസ് കൊണ്ട് ഇങ്ങനെ പിടിച്ചടക്കാൻ നോക്കുന്നില്ല. അതേപോലെയാണ് ഈ അർബൻ നക്സലിസം. ഒരു ഭാഗത്ത് അമിത്ഷാ നക്സലുകളെ അടിച്ചമർത്തി കഴിഞ്ഞു അല്ലേ. മറ്റേ നമ്മുടെ ബസ്തറിലുമൊക്കെ ഇനിയിപ്പോൾ നക്സലുകൾക്ക് ഒരു ഓർമ്മയായി. ആന്ധ്രയിലൊക്കെ കാകളിയിലൊക്കെ ഒരു ഓർമ്മയാണ്. പക്ഷേ ഈ അർബൻ നക്സൽ ഒതുക്കാൻ ഇത്തിരി ഇന്റലക്ച്വൽ വേണ്ടി വരും. ഇതിൻ്റെ അകത്ത് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പലപ്പോഴും ഇപ്പം പത്താൻകോട്ട്, ഉറി, പഹൽഗാം, ഇങ്ങനെ പല ആക്രമണങ്ങൾ നടന്നല്ലോ. അപ്പോൾ തുടക്കത്തിൽ 2-3 തവണ ആയി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഈ വെള്ളം കൊടുക്കുന്ന പണി നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. വെള്ളം കൊടുക്കുന്നത് തന്നെ ഒരു, സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ മണ്ടത്തരമാണ്. അതായത് ഇന്ത്യയുടെ വിശ്വപൗരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കാണിച്ച മണ്ടത്തരം, പിന്നാലെ വന്ന ആൾക്കാർ കാണിച്ച മണ്ടത്തരം ഒക്കെയാണ് ഇത്. ഈവൻ വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് പോലും ഈ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഇത് ഈ സർക്കാരിനെ ഉപദേശിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പാകിസ്ഥാൻ്റെ അടുത്ത് നല്ല ഭാഷ പറയാം, നമുക്ക് സ്നേഹം കാണിക്കാം, അവരിന്നല്ലെങ്കിൽ നാളെ ശരിയാകും, നമ്മളടുത്തുനിന്ന് പോയവരല്ലേ, നമ്മുടെ രാജ്യം വെട്ടിമുറിച്ച് പോയവരല്ലേ. ഇതാണ് ട്രെൻഡ്. ഈ ട്രെൻഡ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലത്തും ഈ പട്ടിയുടെ വാല് നിവരില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ പുൽവാമയിൽ കഴിഞ്ഞു, പഹൽഗാമിലായപ്പം, കാരണം അത് എന്നിട്ട് പഹൽഗാമിൽ ആളെ തെരഞ്ഞു പിടിച്ചു ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊന്നിട്ട് ഭാര്യമാരോട് പറയണം, മോദി പോയി നിൻ്റെ മോദിയോട് പറ നിൻ്റെ സിന്ദൂരം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്ര നീചവും പൈശാചികവുമായ ഒരു 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 മനോഗതിയാണ് ഇവർക്കുള്ളത്. തിരിച്ചത് തന്നെ ചെയ്യേണ്ടി വന്നില്ലേ, ചോദിച്ചു വാങ്ങിയതല്ലേ. അല്ല, അങ്ങനെയൊക്കെ ചെയ്ത ഒരു കൂട്ടർ എന്നെങ്കിലും ശരിയാകുമോ? ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മോദി പറഞ്ഞു ചോരയും വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴുകില്ല, അതുകൊണ്ട് നിങ്ങൾ ചോര ഒഴുക്കിക്കോ, ഞങ്ങൾ വെള്ളം ഒഴുക്കില്ല. അപ്പുറത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊടുക്കാവുന്നതൊക്കെ കൊടുത്തു, എല്ലാം തച്ച് തകർത്ത്. പക്ഷെ തച്ച് തകർത്ത് 6 മാസം കഴിയുന്നതിന് മുമ്പേ അമേരിക്കയുടെ പണം വാങ്ങിച്ച് വീണ്ടും കെട്ടിപ്പൊക്കാൻ തുടങ്ങി അല്ലേ. എങ്കിലും ഇനി അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. അതെല്ലാം കടമാണ്. അതെ, അത് അമേരിക്ക തിരിച്ചു വാങ്ങിച്ചോളൂ. അമേരിക്ക ലോക ബാങ്ക് വഴി വാങ്ങിക്കും. അതെ,
ഈ വ്യോമത്താവളങ്ങളടക്കം കിരാന കുന്നുകളിൽ നമ്മുടെ നൂർഖാൻ വ്യോമത്താവളം, അതിന് സമീപത്തുള്ള കിരാന കുന്ന്, അവിടുത്തെ ഈ ആണവ കേന്ദ്രം അതായത് ബങ്കർ ബസ്റ്റ് ബോംബിട്ട് തകർക്കുന്ന തരത്തിലുള്ള പണിയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ചെയ്തിട്ട് വെടി നിർത്തണം, കയ്യും കാലും പിടിച്ച് കരഞ്ഞു, നമ്മൾ വെടി നിർത്തി. നമ്മൾ വെടി നിർത്തി എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. എപ്പോൾ വേണമെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് സ്റ്റിൽ അലൈവ്. അതെങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അങ്ങോട്ടേക്ക് ഒഴുകുന്ന രവി, ഝലം, ബിയാസ് തുടങ്ങിയ നദികളിലെ വെള്ളം, ഏതാണ്ട് 5-6 നദികളിലെ വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് അണകെട്ടി ഇങ്ങോട്ടേക്ക് നമ്മുടെ രാജ്യത്തേക്ക് കനാലുകളിലൂടെ കടത്തിവിടുകയാണ്. അതിൻ്റെ പണി തുടങ്ങി, തിരിച്ചുവിട്ട്. അപ്പോൾ നമുക്ക് കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം വേണം, നമുക്ക് വെള്ളമില്ല. നമ്മൾ നമ്മുടെ വെള്ളം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് കൊടുക്കണേ. ഇതെങ്ങനെ? ഈ നെഹ്റു ഉണ്ടാക്കിയ കരാറാണ്. 1948-ലും 1960-ലും ഒക്കെ നെഹ്റു ഉണ്ടാക്കിയ കരാറാണ് ഇതൊക്കെ. 80% വെള്ളം അവർക്ക് കൊടുത്തോളാം, പകരം ഇങ്ങോട്ടെന്താ? ഇങ്ങോട്ടൊന്നുമില്ല. ഇങ്ങോട്ട് തരുന്നത് മുഴുവനും ഭീകരാക്രമണമാണ്, ഭീകരതയാണ് ഇങ്ങോട്ട് തരുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നത് ജലമാണ്. ജലം ജീവന്റെ അടിസ്ഥാനമാണ്, അല്ലേ? ജീവൻ അങ്കുരിക്കുന്നത് തന്നെ ജലത്തിലാണ്. ഈ താഴ്ന്ന നിലത്തെ നീരോടും എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതേപോലെ സ്വാഭാവികമായിട്ട് ജലം ഇങ്ങനെ താഴ്ന്ന നിലത്തിൽ ഓടിപ്പോകുന്നു, നമ്മളതങ്ങ് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മോദി പറഞ്ഞു ഇനി ആ പണി വേണ്ട. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് നമ്മൾ നദി അണ കെട്ടി, കനാലൊക്കെ കെട്ടി വെള്ളം തിരിച്ചുവിടാൻ തുടങ്ങി. അത് 2027, 28, 29 ആകുമ്പം പൂർണ്ണമായിട്ടും ഒരു തുള്ളി ജലം പോലും പാകിസ്ഥാന് കിട്ടില്ല. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇത് കുറഞ്ഞു വരുമ്പോൾ അവിടെ വട്ടളവും ആർക്കാന്നറിയോ? അവിടുത്തെ പണക്കാർക്കാണ്, സമ്പന്നരായ കർഷകർ. അതെ, സമ്പന്നരായ കർഷകർക്ക് മാത്രമല്ല, വ്യവസായികൾക്കും. ഈ ജലം ആദ്യം സിന്ധ് പ്രവിശ്യയിൽ കൂടിയാണ് പോകുന്നത്, പഞ്ചാബ്. പക്ഷേ ഈ സിന്ധിന് അവർ വെള്ളം കൊടുക്കില്ല. ഈ വെള്ളം സിന്ധിൽ കെട്ടി നിർത്താതെ കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കനാലുകൾ വഴി നേരെ പോകുന്നത് അവിടുത്തെ ഈ പോഷ് ഏരിയയായ ഏറ്റവും കൂടുതൽ കൃഷി ഇസ്ലാമാബാദിലും പഞ്ചാബിലും പഞ്ചാബിലും ഒക്കെ പോകുന്നുണ്ട്. കാരണം അവര് കുടിക്കുന്നതും കുളിക്കുന്നതും നനയ്ക്കുന്നതും കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാം ഈ ജലം. അങ്ങനെ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഈ തീരുമാനം വന്നതിന് പിന്നാലെ വലിയ കലാപം ഉണ്ടായി അവിടെ പ്രവിശ്യയിൽ, സിന്ധ് പ്രവിശ്യയിൽ. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കിട്ടില്ല എന്ന് മനസ്സിലായി, വെള്ളത്തിൻ്റെ അളവ് ദിനം പ്രതി കുറയുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് വട്ടളവും. അപ്പോൾ ഉടനെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന ഇറക്കും, പ്രതിരോധ മന്ത്രി ഒരു പ്രസ്താവന ഇറക്കും, വിദേശകാര്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കും, കൃഷി മന്ത്രി ഒരു പ്രസ്താവന ഇറക്കും. കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ. ഇത് മോദിയുടെ അടുത്ത് ഇത് വല്ലതും നടക്കുമോ ഇനി? അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നടത്തുന്നത് പോരാഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ചില ആൾക്കാരെ, ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് ജീവിക്കുന്ന പാക് പ്രേമികളുണ്ട്. ഈ പാക് പ്രേമികൾ ഇപ്പോൾ അതൊരു നമ്മളിതുവരെ കണക്കെടുക്കുമ്പോൾ ഒരു 61 പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ അർബൻ നക്സലുകൾ മാത്രമല്ല, രാഷ്ട്രീയക്കാരുമുണ്ട്, ചില അല്ലാതെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ. കേരളത്തിൽ കുറച്ചു കാലം ഇല്ലാതിരിക്കുന്ന ഒരു വിഷയം വന്നാൽ സാംസ്കാരിക ഭീകരത. മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. ഇവരുടെ പ്രത്യേകത, ഇവര് പത്താൻകോട്ട് ആക്രമിച്ചു, പുൽവാമയിൽ ആക്രമണം നടത്തി, പെഹൽഗാമിൽ ആക്രമണം നടത്തി. ഇവരാരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? അതാ ഞാൻ പറഞ്ഞത്. ഇവരുടെ എങ്ങാനും ഒരു പ്രസ്താവന, ഇപ്പം ഈ പറയുന്ന ഫറൂഖ് അബ്ദുള്ള മുതൽ CPIMന്റെ നേതാവ് യൂസഫ് തരിഗാമി മുതൽ ജോൺ ദയാൽ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ, ക്രിസ്ത്യൻ കാത്തലിക് കൗൺസിലിൻ്റെ നേതാവ് ഉൾപ്പെടെ ഒരുപാട് പേരുടെ പേരുകളുണ്ട്, ഒരുപാട് പേരുടെ പേരുകൾ. ഞാൻ ഈ 61 പേരുടെ പേരുകൾ എടുത്തു വച്ചിരിക്കുകയാണ്. ഇവരാരെങ്കിലും എന്തെങ്കിലും മിണ്ടിയോ? ഈ ഉറി, പത്താൻകോട്ട്, പുൽവാമ, പെഹൽഗാം, പിന്നെ ഈ പറഞ്ഞതുപോലെ നിരന്തരം നമുക്ക് നേരെ അല്ലാതെ സ്ഫോടനങ്ങൾ ഇതൊക്കെ നടത്തുന്നു. അരുന്ധതി റോയ് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ്. അരുന്ധതി റോയ് പറഞ്ഞ എന്താണ്? ഇന്ത്യൻ പട്ടാളം ഇന്ത്യക്കാരെ കൊല്ലുന്നു, പാകിസ്ഥാൻ പട്ടാളം ഒരിക്കലും പാകിസ്ഥാനികളെ കൊല്ലില്ല. ഈ അരുന്ധതി റോയ് ഇത് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല, അതിനു മുമ്പേ പാകിസ്ഥാൻ പട്ടാളം എയർഫോഴ്സ് അവിടെ പോയി, പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ അഫ്ഗാൻ ബോർഡറിൽ, മറ്റേ ഖൈബർ പഖ്തൂൺഖ്വ
ആ പ്രവിശ്യയിൽ ബോംബിങ് നടത്തി 30 സിവിലിയൻസിനെ കൊന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമാണ് മരിച്ചത്. ഇത് ഈ അരുന്ധതി റോയ് ഇത് പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. ഏതാണ്ട് ഒരു 36 മണിക്കൂർ തികഞ്ഞില്ല അതിനു മുമ്പേ പാകിസ്ഥാൻ വ്യോമസേന ചെയ്ത പണിയാണ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ പണ്ട് ഇതെല്ലാം വിജയിക്കും. അരുന്ധതി റോയ് എന്തോ വലിയ സംഭവമാണ് എന്നാണ് കരുതിയിരുന്നത്. അരുന്ധതി റോയിയുടെ പശ്ചാത്തലം ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. ഈ അരുന്ധതി റോയ് യാസീൻ മാലിക്കിനെ, സൽമാ ഭട്ട് എന്ന് പറയുന്ന ഒരു നഴ്സിനെ ക്രൂരമായി മാനഭംഗം പെടുത്തി കൊന്ന പിന്നെ അതിന് നേതൃത്വം കൊടുത്ത യാസീൻ മാലിക്. ആ യാസീൻ മാലിക് വേറെ 4 പേര് ആ കേസിൽ പ്രതിയാണ്. ഒരുത്തൻ മുങ്ങി, പിന്നെ 3 പേര് മരിച്ചു, പട്ടാളത്തിൻ്റെ വെടികൊണ്ട് ചത്തു പല കാലങ്ങളിലായിട്ട്. ഇവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ യാസീൻ മാലിക് തിഹാർ ജയിലിൽ കിടന്നുണ്ട്. തന്നെയാണ് ഈ ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്തു, ഭീകരത പ്രോത്സാഹിപ്പിച്ചു, ഒരുപാട് കേസുകളുണ്ട്. അല്ലെങ്കിൽ ഈ വ്യോമസേന ഉദ്യോഗസ്ഥരെ 4 വ്യോമസേന ഉദ്യോഗസ്ഥരെ കൊന്ന കേസ് വേറെയുണ്ട്. അപ്പോൾ സരിമാ ഭട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ സൽമാ ഭട്ട് എന്നാണ് പറഞ്ഞല്ലേ, ക്ഷമിക്കണം, സരള ഭട്ട്, സരിമയല്ല, സരള ഭട്ട്. ഈ സരള ഭട്ടിൻ്റെ കേസിൽ 36 വർഷത്തിന് ശേഷം കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. ആ കേസിലും ശിക്ഷിക്കപ്പെടും. തെളിവുകളെല്ലാം ക്ലിയറാണ്. അത് ഈ ജമ്മു കാശ്മീർ പോലീസിൽ ഒരു സ്പെഷ്യൽ വിങ്ങാണ് അത് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ മരണത്തോടുകൂടി ആ കുടുംബം തന്നെ അതിൻ്റെ സംസ്കാരക്രിയകൾ പോലും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീട് ബോംബ് വെച്ച് തകർത്തിരിക്കുക ആ കുടുംബം. അവർ അവിടുന്ന് കൂട്ടത്തോടെ പലായനം ചെയ്യുകയായിരുന്നു. സൈന്യമാണ് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. ഇരിക്കട്ടെ, അന്നൊക്കെ ഈ കാശ്മീരി പണ്ഡിറ്റുകളോട് അവിടെ നിന്ന് ഈ ആക്രമണമൊക്കെ നടന്ന് അവരുടെ സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്നു. ഇതൊക്കെ കൊടും ക്രൂരതകളാണ് നടന്ന ആൾക്കാരെ കൊന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ഈ പറഞ്ഞ ആൾക്കാരും ഒക്കെ, ഈ ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ളവർ പറയുന്നത് കാശ്മീരി പണ്ഡിറ്റ് നിങ്ങളിവിടെ വിട്ടുപോക്കൂ. എന്നാൽ കോൺഗ്രസിൻ്റെ ഗവർണർ അവിടെ ഉണ്ട്. ഈ ഗവർണർ പറയുന്നത് നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയാൽ സൈന്യത്തിന് വളരെ പെട്ടെന്ന് ഈ ഭീകരന്മാരെ ആക്രമിച്ച് കൊല്ലാൻ പറ്റും. മറ്റത് കാശ്മീരി പണ്ഡിറ്റാണോ ഭീകരനാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ബോംബ് ചെയ്ത് ഇവന്മാരെ കൊല്ലാൻ പറ്റും എന്ന ഒരു വൃത്തികെട്ട ന്യായമാണ് കോൺഗ്രസിൻ്റെ ഗവർണർ പറഞ്ഞതെന്ന്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇവന്മാർക്ക് വായിൽ നാക്കുണ്ടോയെന്നും വായ്ക്കകത്ത് പിടിച്ച് വലിച്ചു തുറന്ന് വായ്ക്കകത്ത് വിരലിട്ട് നോക്കണം. ആ അവന്മാരാണ് ഇപ്പോൾ പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നില്ലേ, വലിയ ക്രൂരതയാണേ കാണിക്കുന്നതെന്നും പറഞ്ഞ് ഒരു രാജ്യാന്തര നിവേദനം ഉണ്ടാക്കി ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം അയച്ചു കൊടുക്കുകയാണ്. ഇവന്മാരെല്ലാം അതിൽ തുല്യം ചാർത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് ഇന്ത്യ ഈ ആക്രമണങ്ങൾ നേരിടുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഇതുമായിട്ട് പാകിസ്ഥാനുമായിട്ട് സന്ധി വേണം. എന്തിന് സന്ധി? ആരോടാണ് സന്ധി? നമ്മൾ തുല്യ ബലമുള്ളവർ തമ്മിലാണ് സന്ധി ചെയ്യേണ്ടത്, അല്ലേ? ഇത് എത്രയോ ദുർബലം. ഒളിയുദ്ധം നടത്തിക്കൊണ്ടിരിക്കും. ഇവരാര് ചുമതലപ്പെടുത്തി? ഇവര് UN ആണോ? അല്ലല്ലോ, UN പ്രതിനിധികളൊന്നും അല്ലല്ലോ ഇവര്. ഒന്നുമല്ല. ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്യൂ ഇല്ലേ? ഇനി മറ്റൊരു കാര്യം, ഈ ഇവരുടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, അല്ലേ? ഈ നമ്മുടെ പഹൽഗാം അറ്റാക്കിൽ തന്നെ അവരുടെ ബന്ധുക്കൾ ഒരുപാട് കൊച്ചിയിലുണ്ട്. കൊച്ചിയിലൊരു മലയാളിയുണ്ട്, അല്ലെ വ്യോമസേന ഉദ്യോഗസ്ഥന്റെ ഭാര്യയുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് തകർന്നു പോയ കുടുംബങ്ങൾ. അവർക്കൊന്നും നീതി വേണ്ട, അവർക്കൊന്നും മനുഷ്യാവകാശമില്ല. ഇത് കടുത്ത മനുഷ്യാവകാശം എന്നാണ് പറയുന്നത്. ലംഘനം. മനുഷ്യാവകാശ ലംഘനം ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധുക്കളായ, ആരോടും ഒരു തെറ്റും ചെയ്യാത്ത സാധാരണ മനുഷ്യർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ പിൻഗാമികൾ, അവർക്കൊന്നും നീതി വേണ്ട, അവർക്കൊന്നും മനുഷ്യാവകാശമില്ല. ഈ കൊല്ലപ്പെട്ട ആൾക്കാർക്കൊന്നും മനുഷ്യാവകാശമില്ല. അവരൊക്കെ മരിക്കേണ്ടവരാണ്. പഹൽഗാമിലൊക്കെ കൊല്ലപ്പെട്ടവരുടെ ശരീരമെങ്കിലും ബന്ധുക്കൾക്ക് തിരിച്ചു കിട്ടി. പുൽവാമിലൊക്കെ എന്തായിരുന്നു? ചിതറിത്തെറിച്ചു പോയി. അത് ഓരോ അവശിഷ്ടങ്ങളും DNA പരിശോധന നടത്തി പൂർണ്ണ ഒരു പെട്ടികളൊന്നും തുറന്നു മുഖം തങ്ങളുടെ അച്ഛന്റെയോ ഭർത്താവിന്റെയോ മകന്റെയോ ഒന്നും മുഖം പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ അവർക്കൊന്നും മനുഷ്യാവകാശമില്ല.
അവർക്കൊന്നും നീതി വേണ്ട, അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ്. അതേസമയം പാകിസ്ഥാനിൽ ഒരു പുൽനാമ്പിന് പോലും ഒരു കേടുണ്ടാക്കി. ഈ 61 പേരെയും പിടിച്ച് അകത്തിടണം. അതൊന്നും ഞാൻ പറഞ്ഞുതരാം. ഫറൂഖ് അബ്ദുള്ള, മിർവാസ് ഉമർ ഫാറൂഖി ഓൾ പാർട്ടീസ് ഹുറിയത്ത് കോൺഫറൻസിൻ്റെ ചെയർമാനാണ്. അതുപോലെ മെഹബൂബ മുഫ്തി PDPയുടെ മുൻ മുഖ്യമന്ത്രിയാണ് കാശ്മീരിൻ്റെ. മണിശങ്കർ അയ്യർ പറയുന്നത് എന്താണെന്ന് അറിയുമോ? പാകിസ്ഥാനെ തുടരുത്, അവൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അവനത് നമുക്കെതിരെ പ്രയോഗിക്കും. ഇവനൊക്കെ എത്ര വൃത്തികെട്ടവന്മാരാണ്, എത്ര നീചന്മാരാണ്. ഈ മണിശങ്കർ അയ്യർ, പ്രൊഫസർ മനോജ് ഝാ RJDയുടെ രാജ്യസഭാ മെമ്പറായിരുന്നു, MP ആയിരുന്ന ആളാണ്. അതുപോലെ AS ദുലത്ത്, അയാള് റോയുടെ മുൻ ചീഫായിരുന്നു, ഈ AS ദുലത്ത് എന്ന് പറയുന്ന. പിന്നെ ഇങ്ങനെ മുഹമ്മദ് യൂസഫ് തരിഗാമി, CPIMൻ്റെ സീനിയർ ലീഡർ. അതുപോലെ ഒരുപാട് പേരുകളുണ്ട്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഷാഹിദ് സിദ്ദിഖി, അയാൾ പിന്നെ ഫോർമർ രാജ്യസഭാ മെമ്പർ JDU, നയി ദുനിയയുടെ മുൻ എഡിറ്ററാണ്, പത്രക്കാരനാണ്, പത്രക്കാർക്ക് തന്നെ അപമാനമാണ്. പിന്നെ റിത്ത, സൗത്ത് ഏഷ്യൻ ഫോറം ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ സന്ദീപ് പാണ്ഡെ, സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രൊഫസർ സൈഫുദ്ദീൻ സോസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സീനിയർ ലീഡറും മുൻ മന്ത്രിയുമാണ് സൈഫുദ്ദീൻ സോസ്. അങ്ങനെ ഒരുപാട് പേര്. ഇമ്രാൻ അഹമ്മദ് ഹസൻ, ഡോക്ടർ ജോൺ ദയാൽ, ക്രിസ്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, ഫോർമർ പ്രസിഡന്റ് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ. പ്രശസ്തി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇങ്ങനെ ഒരുപാട് പേര്. ഇതിൽ 140 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് അതിൽ 61 പേര് ഇപ്പൊ ഇന്ത്യയിലാണ്, ബാക്കിയുള്ളവർ അപ്പുറത്ത് പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് പിന്നെ പല വിദേശ രാജ്യങ്ങളിലും അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നല്ലേ, കോക്രോച്ച് ജണ്ട പാർട്ടിയെ. അതെ 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 അതെ. അവരിത് ഈ ക്യാമ്പയിനെ ഏൽപ്പിച്ചെങ്കിൽ അവർ ഭംഗിയായിട്ട് ഇതേപോലെ വളരെ വളരെ നീണ്ട ലിസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇവരൊക്കെ ഡൽഹിയിൽ സസുഖം, ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പിന്നെ സമയാസമയത്തിന് ആഹാരമൊക്കെ കഴിച്ച് സർവ്വ സുഖ സൗകര്യങ്ങളോടും കൂടി വാഴുന്ന ആൾക്കാരാണ്. ഇവർക്കൊന്നും ഈ കൊടും മഞ്ഞത്തും തണുപ്പത്തും ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ അവരനുഭവിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, അവരുടെ വീട്ടുകാരനുഭവിക്കുന്ന ദുഃഖം, ആശങ്ക, ടെൻഷൻ, ഉത്കണ്ഠ, ഇതൊന്നും ഇവർക്കാർക്കും ഒരു പ്രശ്നമേ അല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നില്ല, അത് പാകിസ്ഥാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ്. നമ്മളിത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1948 ആരംഭിച്ചതാണ് ഈ കലഹം, നമ്മളോടുള്ള ഈ കലഹം. നമ്മളങ്ങോട്ട് പോയതല്ല, വെട്ടിമുറിച്ച് വാങ്ങിക്കൊണ്ട് പോയിട്ട് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ. പിന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് ചെയ്ത കൊടും ക്രൂരതകൾ. പാകിസ്ഥാൻ എക്കാലം ഒരു സെക്കുലർ സ്റ്റേറ്റ് ആയിരിക്കും, ഒരു സെക്കുലർ രാജ്യമായിരിക്കും എന്ന് മുഹമ്മദ് അലി ജിന്ന വാക്ക് കൊടുത്തിട്ട് ആ ജിന്നയ്ക്ക് തന്നെ അവസാനം ആ ജിന്നയുടെ ഭാര്യയും മക്കളും പോലും പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല, അവർ ഇന്ത്യയിലാണ് കഴിഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് തുടങ്ങി. എന്നിട്ട് 1960 ആയപ്പോൾ നെഹ്റു കൊണ്ട് ഇത് കൊടുത്തു, എന്താ, സിംല കരാറുണ്ടാക്കി, വെള്ളം കൊടുക്കാൻ കരാറുണ്ടാക്കി, എന്തെല്ലാം. ഇന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ ഡാം പണിയാനായിട്ട് ഏതാണ്ട് ഇന്നത്തെ 20,000 കോടി രൂപ അന്ന് കൊടുത്തു എന്നാണ്. ഇന്ന് 20,000 കോടി രൂപ മൂല്യം വരുന്ന തുക അന്ന് നെഹ്റു പാകിസ്ഥാന് കൊടുത്തു എന്നാണ്. സഹായം ഇന്ത്യയുടെ പണമെടുത്ത്. സത്യത്തിൽ ഈ നെഹ്റു കുടുംബവും ജവഹർലാൽ നെഹ്റു തൊട്ടുള്ളവർ, അയാളുടെ അച്ഛൻ മോട്ടിലാൽ നെഹ്റു എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല, പക്ഷെ ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് ഈ പ്രിയങ്ക വരെയുള്ളവർ ഇന്ത്യയോട് ചെയ്യുന്ന ചതി എത്ര വലുതാണ്. ഇത് ആലോചിക്കുമ്പോൾ ഇവരെ എങ്ങനെ നമുക്ക് കുറ്റം പറയാതിരിക്കും? ഇത് രാജ്യസ്നേഹികളായ കോൺഗ്രസ്സുകാർക്ക് പോലും ഇത് വലിയ അപമാനമാണ് അല്ലേ? ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്. ബ്രിട്ടീഷ് പോലീസിൻ്റെ അടി കൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കിരാതമായ ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നു പോയ എത്രയോ സാധുക്കളായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അതിനകത്ത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട് അല്ലേ? അവരുടെ എല്ലാം ബലിദാനത്തിന് പുല്ലുവില കൽപ്പിക്കുന്നതല്ലേ ഈ നെഹ്റുവിൻ്റെ പിൻഗാമികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്?
എന്നിട്ട് ഇന്നും പറയുന്നു പാകിസ്ഥാന് വെള്ളം കൊടുക്ക്, പാകിസ്ഥാന് പണം കൊടുക്ക്. പാകിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ, വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒക്കെ സഹായം ചെയ്തൊരു രാഷ്ട്രമാണ് ഇന്ത്യ. അതേസമയം ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടായാൽ പാകിസ്ഥാൻ അവിടെ ഇങ്ങോട്ട് തരാനായിട്ടൊന്നുമില്ല. നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്തൊരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. കൊടിയ ദാരിദ്ര്യം. ആ രാജ്യമാണ് ഇന്നിങ്ങനെ ഈ ഇന്ത്യയിലേക്ക് ഭീകരത സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സപ്ലൈ ചെയിൻ അറുക്കാൻ ഇന്ത്യ ശ്രമിച്ചപ്പോൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ കുറേ ദേശദ്രോഹികളെന്ന് തന്നെ പറയാം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിലെങ്കിലും ഇസ്രായേലിനെയൊക്കെ കണ്ടുപിടിക്കണം. ഇസ്രായേലിനെ, ആസ്ട്രേലിയയും ജപ്പാനെയും റഷ്യയും ഒക്കെ കണ്ടുപിടിക്കണം. ഇറാനെ കണ്ടുപിടിക്കണം. ചൈനയെ കണ്ടുപിടിക്കണം. അവരൊക്കെ അവരെ രാഷ്ട്രത്തിനോട് കൂറുള്ളവരാണ്. ഇനി മരിച്ചു വീണാലും ശരി, എൻ്റെ രാഷ്ട്രത്തെ തള്ളി പറയുന്ന ഒരു കാര്യവും അവരൊക്കെ അവരുടെ ആ സ്റ്റേറ്റിനോട്, ആ രാഷ്ട്രത്തോട് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയും കൂറും ആത്മാർത്ഥതയുള്ളവരാണ്. ഇത് ചോറിങ്ങും കൂറങ്ങും ഇങ്ങനെയുള്ളവരെ പറയേണ്ടത് പിതൃശൂന്യർ എന്നാണ്. എന്തായാലും നമ്മൾ അത്രയും തരം താഴ്ന്ന ഒരു പ്രയോഗത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇതുകൊണ്ടൊന്നും നരേന്ദ്രമോദിയെയോ കേന്ദ്ര സർക്കാരിനെയോ ഒന്നും വരട്ടാം എന്ന് നിങ്ങൾ കരുതണ്ട. അങ്ങനൊരു കാര്യം സംഭവിക്കില്ല. നിങ്ങളുടെ പാടേ വിധിയെ എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ തിഹാർ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്ന പല അർബൻ നക്സലുകളുടെയും അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.